ഈശോയുടെ പരിശുദ്ധ സുവിശേഷം. അപ്പോൾ ഒരു ദീപജ്ഞൻ എഴുന്നേറ്റ് നിന്ന് ഈശോയെ പരീക്ഷിക്കുവാൻ ചോദിച്ചു, ഗുരു, നിത്യജീവൻ അവകാശമാക്കുവാൻ ഞാൻ എന്ത് ചെയ്യണം? അവൻ ചോദിച്ചു, നിയമത്തിൽ എന്തെഴുതിയിരിക്കുന്നു? നീ എങ്ങനെ വായിക്കുന്നു? അവൻ മറുപടി പറഞ്ഞു, നീ നിന്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ ശക്തിയോടും പൂർണ്ണ മനസ്സോടും കൂടെ സ്നേഹിക്കണം, നിന്റെ അയൽക്കാരനെ നിന്നെ പോലെയും. അവൻ പ്രതിഫലിച്ചു, നീ ശരിയായി തന്നെ ഉത്തരം പറഞ്ഞു, ഇതനുസരിച്ച് പ്രവർത്തിക്കുക, നീ ജീവിക്കും. എന്നാൽ അവൻ തന്നെ ന്യായീകരിക്കുവാൻ ആഗ്രഹിച്ച് ഈശോയോട് ചോദിച്ചു, ആരാണ് എൻ്റെ അയൽക്കാരൻ? ഈശോ പറഞ്ഞു, ഒരുവൻ ജെറുസലേമിൽ നിന്ന് ജെറിക്കോയിലേക്ക് പോകുകയായിരുന്നു. അവൻ കവർച്ചക്കാരുടെ കയ്യിൽപ്പെട്ടു. അവന്റെ വസ്ത്രങ്ങൾ ഉരിഞ്ഞെടുത്ത് അവനെ പ്രഹരിച്ച് അർത്ഥപ്രാണനാക്കിയിട്ട് പോയിക്കളഞ്ഞു. ഒരു പുരോഹിതൻ ആ വഴിയെ വരാനിടയായി. അവനെ കണ്ട് മറുവശത്ത് കൂടെ കടന്നുപോയി. അതുപോലെ ഒരു ലേവായനും ആ സ്ഥലത്ത് വന്നപ്പോൾ അവനെ കണ്ടെങ്കിലും മറുവശത്ത് കൂടെ കടന്നുപോയി. എന്നാൽ ഒരു സമരിയാക്കാരൻ യാത്രാമധ്യേ അവൻ കിടന്ന സ്ഥലത്ത് വന്നു. അവനെ കണ്ട് അനുകമ്പ തോന്നി. അടുത്ത് ചെന്ന് എണ്ണയും വീഞ്ഞും ഒഴിച്ച് അവന്റെ മുറിവുകൾ വെച്ച് കെട്ടി തന്റെ മൃഗത്തിന്റെ പുറത്ത് കയറ്റി ഒരു സത്രത്തിൽ കൊണ്ടുചെന്ന് പരിചരിച്ചു. അടുത്ത ദിവസം അവൻ സത്രസൂക്ഷിപ്പുകാരന്റെ കയ്യിൽ 2 ദനാറ കൊടുത്തെന്ന് പറഞ്ഞു, ഇവനെ പരിചരിച്ചു കൊള്ളണം. കൂടുതൽ എന്തെങ്കിലും ചെലവാകുന്നെങ്കിൽ ഞാൻ തിരിച്ചു വരുമ്പോൾ തന്നുകൊള്ളാം. കവർച്ചക്കാരുടെ കയ്യിൽപ്പെട്ട അവന് ഈ മൂവരിൽ ആരാണ് അയൽക്കാരനായി തിന്നുന്നതെന്നാണ് നീ വിചാരിക്കുന്നത്? അവൻ പറഞ്ഞു, അവനോട് കരുണ കാണിച്ചവൻ. ഈശോ അവനോട് പറഞ്ഞു, നീയും പോയി അതുപോലെ ചെയ്യുക. ഈശോ പഠിപ്പിച്ച ധാരാളം ഉപമകളിലെ വളരെ പ്രസിദ്ധമായ ഒരു കഥയാണ് നമ്മളിന്ന് വായിച്ചു കേൾക്കുക. സാധാരണഗതിയിൽ സമരിയക്കാരനെ പോലെ നമ്മൾ മറ്റുള്ളവരെ സഹായിക്കണം എന്നുള്ളതിൽ കവിഞ്ഞ് നമ്മൾ കൂടുതൽ ചിന്തിക്കാറില്ല. എന്നാൽ വിശദമായ ഒരു പഠനം നടത്തിയാൽ കൂടുതൽ അർത്ഥതലങ്ങൾ ഇതിനെ കണ്ടെത്തുവാൻ സാധിക്കും. ഇതിന്റെ പശ്ചാത്തലമായി പറയുന്നത്, ഒരു നിയമജ്ഞൻ ഈശോയെ പരീക്ഷിക്കുവാനായി ചോദിച്ചു. അതായത് അയാൾ പഴയ നിയമത്തില് പ്രത്യേകിച്ച് ആദ്യത്തെ 5 പുസ്തകങ്ങളിൽ, അതായത് മോശയുടെ നിയമങ്ങളെ കുറിച്ച് അഗാധമായ പാണ്ഡിത്യമുള്ളവരാണ്. ആ കാലഘട്ടത്തിലുള്ള ചില വിഷയങ്ങളെ സംബന്ധിച്ച്, പ്രത്യേകിച്ച് നിത്യജീവൻ അവകാശമാക്കുന്നതിനെ കുറിച്ചുള്ള ചർച്ചാ വിഷയമാണ് ഈശോയെ പരീക്ഷിക്കുവാനായി അയാൾ ചോദിച്ചത്. ചില ആളുകൾ ധ്യാനത്തിന് വരുമ്പോൾ അല്ലെങ്കിൽ ബൈബിൾ ക്ലാസ്സിൽ പങ്കെടുക്കുമ്പോൾ ചോദ്യങ്ങൾ എടുക്കുന്നത് തങ്ങളുടെ പാണ്ഡിത്യം കാണിക്കുവാൻ വേണ്ടിയാണ്. അതുകൊണ്ടാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്, അയാൾ എഴുന്നേറ്റ് നിന്ന് ചോദിച്ചു എന്ന് പറഞ്ഞാൽ ഈശോ ഏതോ സിനഗോഗിലോ അല്ലെങ്കിൽ ഏതോ ഭവനത്തിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവൻ എഴുന്നേറ്റ് നിന്ന് പ്രത്യേക ശ്രദ്ധ കിട്ടത്തക്ക വിധത്തിൽ ഈശോയോട് ചോദിക്കുകയാണ്, നിത്യജീവൻ അവകാശമാക്കുവാൻ ഞാൻ എന്ത് ചെയ്യണം? സദുക്കായനും മറ്റുള്ള ആളുകൾ തമ്മിൽ വ്യത്യാസം ഉണ്ടായിരുന്നു. സദുക്കായരായ ആളുകൾ വിശ്വസിച്ചിരുന്നത് മരണാനന്തര ജീവിതമില്ല, ഈ ലോകത്തിലെ സൗഭാഗ്യമാണ് എല്ലാം നമുക്ക് ദൈവകൃപയായിട്ട് ലഭിക്കുക. നമ്മുടെ ഈ ചില ആളുകളുടെ വിചാരം അതാണ്, നിത്യജീവനെ കുറിച്ച് അവർ ചിന്തിക്കാറില്ല, ഈ ലോകത്തിൽ സുഖസുഭിക്ഷമായി ജീവിക്കണം. പ്രത്യേകിച്ച് നമ്മുടെ കോളേജിലൊക്കെ ചെന്ന് കഴിയുമ്പോൾ നമ്മുടെ യുവതി യുവാക്കന്മാരും ഒക്കെ അവരുടെ വിശ്വാസം കുറേശ്ശെ നഷ്ടപ്പെടുന്ന സാഹചര്യം ഉണ്ടാകുന്നുണ്ട്. എന്നാൽ പ്രധാനപ്പെട്ട ഒരു ചോദ്യം നാം നമ്മോട് തന്നെ ചോദിക്കേണ്ടതുമാണ്, നിത്യജീവൻ അവകാശമാക്കുവാൻ വേണ്ടിയാണോ ഞാൻ ഈ ലോകത്തിൽ പ്രവർത്തിക്കുന്നത് എന്ന്. അപ്പോഴാണ് ഈശോ പറയുക, നീ നിയമമണ്ഡലല്ലേ, നിയമത്തിൽ എന്തെഴുതിയിരിക്കുന്നു, നീ അതിനെ എങ്ങനെ മനസ്സിലാക്കുന്നു? അപ്പോഴാണ് അവന് ബൈബിളിലെ ഒരു പ്രധാനപ്പെട്ട ഭാഗം, അതായത് നിയമാവർത്തന പുസ്തകത്തിന്റെ 6-ാം അധ്യായം 4-5 വാക്യങ്ങളിലും ലേവായരുടെ പുസ്തകം 19-ാം അധ്യായം 18-ാമത്തെ വാക്യത്തിലുമായി പറയുന്ന ഒരു കാര്യമാണ്, നിന്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടി സ്നേഹിക്കണം. ഈ ദൈവത്തെ എത്രമാത്രം സ്നേഹിക്കണം എന്നുള്ളതിൽ പ്രാധാന്യം കൊടുക്കുകയാണ്. എന്നാൽ അത് മാത്രം പോരാ, നിന്നെപ്പോലെ തന്നെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കണം. നമുക്കറിയാം, നമ്മള് ജെറുസലേമിലോ അല്ലെങ്കിൽ പരമ്പരാഗതമായ സിനഗോഗിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ അവിടുത്തെ പരമ്പരാഗതമായ യഹൂദന്മാർ ഇന്നും
ഉപയോഗിക്കുന്ന ചില പ്രത്യേകമായ വേഷവിധാനങ്ങളുണ്ട്. നമ്മളൊക്കെ കൊന്തയും ബന്ധിങ്ങയും ഒക്കെ അണിയുന്നത് പോലെ അവരുടെ നെറ്റിത്തടത്തിൽ ഒരു ചെറിയ ചതുരപ്പെട്ടി കാണും. അതുപോലെ തന്നെ അവരുടെ ഇടതുകരത്തിന്റെ ഓരത്തിലും ഇവിടെ ഒരു ചതുരപ്പെട്ടി കാണും. ആ ചതുരപ്പെട്ടിയിൽ എഴുതി വെച്ചിരിക്കുന്ന ഒരു ചെറിയ ചൂടുവെള്ളിലെ എഴുതപ്പെട്ട വാക്യങ്ങളാണ് ഈ വായിക്കുന്നത്. കാരണം അവര് ദിവസം 2 പ്രാവശ്യം രാവിലെയും വൈകുന്നേരവും ആവർത്തിച്ച് ഉരുവിടേണ്ടതാണ്. അത് കയ്യിൽ കൊണ്ടു നടക്കേണ്ടതായ ഒരു വലിയ പ്രമാണമാണ് ഈ വാക്യം. പിന്നെ ദൈവമായ കർത്താവിന്റെ പൂർണ്ണ ഹൃദയത്തോടെ, പൂർണ്ണ മനസ്സോടെ, പൂർണ്ണ ശക്തിയോടെ സ്നേഹിക്കണം. നിന്റെ അയൽക്കാരനെ നിന്നെ പോലെ തന്നെ സ്നേഹിക്കണം എന്നുള്ളത്. അപ്പോഴാണ് ഈശോ പറയുക, നീ അതുപോലെ ചെയ്താൽ മതി, നിനക്ക് നിത്യജീവൻ കിട്ടുകയും ചെയ്യും. അപ്പോഴാണ് അവൻ വീണ്ടും ഈശോയെ പരീക്ഷിക്കുവാൻ വേണ്ടി വീണ്ടും ചോദിക്കുകയാണ്, ആരാണ് അയൽക്കാരൻ? അപ്പൊ അയൽക്കാരൻ ആരാണ് എന്ന് ചോദിച്ചാൽ, യഹൂദന്മാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ അന്നത്തെ കാഴ്ചപ്പാടനുസരിച്ച് എന്റെ സമീപ പ്രദേശങ്ങളിൽ താമസിക്കുന്ന മറ്റ് യഹൂദന്മാരാണ് എന്റെ അയൽക്കാരൻ. എന്നാൽ ഈശോ അതിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള ഒരു കാര്യമാണ് പറയുക. അവിടെയാണ് ഈ കഥയിലേക്ക് കിടക്കുക. അപ്പൊ ഈശോ പറയുകയാണ്, ഒരു മനുഷ്യൻ, അവന്റെ പേര് പറയുന്നില്ല. അപ്പൊ ഈ മനുഷ്യൻ അവന് ജെറുസലേമിൽ നിന്ന് ജെറിക്കോയിലേക്ക് യാത്ര ചെയ്യുകയാണ്. അങ്ങനെ യാത്ര ചെയ്യുക എന്ന് പറയുമ്പോൾ അത് 21 മൈൽ ദൂരമുണ്ട്. ആ 23 മൈലിനകം ജെറുസലേം എന്ന് പറയുന്നത് സമുദ്രനിരപ്പിൽ നിന്ന് 2300 അടി ഉയരത്തിലുള്ള ഒരു കുന്നുപ്രദേശമാണ്. എന്നാൽ ജെറിക്കോ എന്ന് പറയുന്നത് ജോർദാൻ നദി തീരത്തുള്ള ഒരു പട്ടണമാണ്. ആ പട്ടണമാകട്ടെ സമുദ്രനിരപ്പിൽ നിന്ന് 1300 അടി താഴ്ചയിലാണ്. അപ്പൊ അങ്ങനെ വരുമ്പോൾ കൂട്ടി നോക്കുമ്പോൾ അത് 2 കൂടി 3600 അടി താഴ്ചയിലേക്ക് ഈ 21 മൈൽ ദൂരത്തിൽ ചുറ്റി വളഞ്ഞു പോകുന്ന നമ്മുടെ പഴയ കാലത്തെ കുന്നു പോലെയുള്ളതാണ്. എന്ന് പറഞ്ഞാൽ മൃഗങ്ങളും മനുഷ്യർ യാത്ര ചെയ്യുന്ന, അന്നത്തെ കാലത്ത് വാഹനങ്ങളൊന്നുമില്ല, 2000 വർഷത്തിന് മുമ്പുള്ള കഥയാണ്. അപ്പൊ ഇന്നത്തെ പോലെ വീതിയുള്ള വഴിയല്ല. അങ്ങനെ കുന്നിൻ ചെരുവിലൂടെ ഇങ്ങനെ താഴ്ന്നിറങ്ങി പോകുന്ന അവസരത്തിൽ കുറ്റിക്കാടുകളിലും മലഞ്ചെരുവുകളിലും മറഞ്ഞു നിന്ന് കൊള്ളക്കാര് യാത്രക്കാരെ ആക്രമിക്കും. അതുകൊണ്ട് സാധാരണഗതിയിൽ കോൺവോയ് ആയിട്ട് പല ആളുകൾ ഒന്നിച്ചാണ് യാത്ര ചെയ്യുക. ഒറ്റയ്ക്ക് യാത്ര ചെയ്യുന്നത് അപകടകരമാണ്. എന്നാൽ ഈ മനുഷ്യർ ഒരുപക്ഷെ ഒറ്റയ്ക്ക് യാത്ര ചെയ്യുകയാണ്. അങ്ങനെ വരുമ്പോഴാണ് ഇയാൾ അപകടത്തിൽപ്പെടുക. കൊള്ളക്കാര് അയാളെ ആക്രമിക്കുക. അങ്ങനെ അർത്ഥപ്രാണനായി ആ മനുഷ്യൻ കിടന്ന് വേദനിച്ച് പടയുമ്പോഴാണ് അതിലെ ചില ആളുകൾ പോകുന്നു. അവർ കൊണ്ടയായിട്ടായിരിക്കാം പോയിരിക്കുക. പക്ഷെ അതിലെ 2 പേരെ കർത്താവ് പ്രത്യേകമായിട്ട് എടുത്തു പറയുകയാണ്. ഒന്നൊരു പുരോഹിതൻ അതിലേക്ക് കടന്നു പോവുകയാണ്. പുരോഹിതന്മാരെ സാധാരണഗതിയിൽ അധികം പേര് ജെറുസലേമിൽ കാണുകയില്ല. ബാക്കിയുള്ളവർ ജെറിക്കോയിലാണ്, അടുത്ത പട്ടണത്തിലാണ് താമസിക്കുക. പുരോഹിത ശുശ്രൂഷ ചെയ്യുവാൻ വേണ്ടി അവർ ജെറുസലേമിലേക്ക് പോകും, അവർ തിരികെ പോരും. അങ്ങനെ യാത്ര ചെയ്യുന്ന ഈ പുരോഹിതൻ ആ വഴി കടന്നു വരുമ്പോൾ ഈ അർത്ഥപ്രാണനായ മനുഷ്യനെ കണ്ടു. പക്ഷെ അയാള് മറുവശത്തുകൂടി വഴി മാറി കടന്നു പോവുകയാണ്. അതിന് കാരണമുണ്ട്. അന്നത്തെ നിയമം അനുസരിച്ച് ഒരു പുരോഹിതൻ അല്ലെങ്കിൽ ഒരു യഹൂദൻ ഒരു മനുഷ്യ ശരീരത്തെ സ്പർശിച്ചാൽ 2 ആഴ്ചത്തേക്ക് അവൻ അശുദ്ധനായി തീരും. അപ്പൊ അദ്ദേഹത്തിന് തന്റെ പുരോഹിത ശുശ്രൂഷ നിർവഹിക്കാൻ സാധിക്കുകയില്ല. അതുകൊണ്ടാണ് അദ്ദേഹം ഒരുപക്ഷെ വഴിമാറി പോവുക. ഇനി മറ്റൊരു ആള്, ഒരു ലേവായ, അതും പുരോഹിത വംശത്തിൽപ്പെട്ടവനാണ്, അതായത് ലേവി വംശത്തിൽപ്പെട്ടവനാണ്. മറ്റൊന്ന് അഹറോന്റെ വംശപരമ്പരയിൽപ്പെട്ടവരാണ് പുരോഹിതന്മാര്. എന്നാൽ ലേവി വംശത്തിൽപ്പെട്ട മറ്റ് ആളുകളെ പറ്റിയാണ് ലേവായർ എന്ന് പറയുക. അവനും അതിലെ മറുവശത്ത് കൂടി കടന്നു പോവുകയാണ്. കാരണം അവനും വളരെ തന്ത്രപൂർവ്വമാണ് അല്ലെങ്കിൽ ബുദ്ധിപൂർവ്വമാണ് ചെയ്യുക. കാരണം അവന്റെ ജീവൻ രക്ഷപ്പെടുത്തേണ്ടതായിട്ടുണ്ട്. കാരണം അന്നത്തെ കാലത്ത് ചില കൊള്ളക്കാര് നമ്മുടെ ചൂണ്ടയ്ക്ക് ഇടാൻ വേണ്ടി ചെറിയ മീനെ ഇട്ടു കൊടുക്കുന്നത് പോലെ അല്ലെങ്കിൽ മണ്ണനെ ഇട്ടു കൊടുക്കുന്നത് പോലെ ഈ കൊള്ളക്കാരിൽ ഒരുവൻ തന്നെ കീറിപ്പറഞ്ഞ വസ്ത്രം ധരിച്ച് അവന്റെ ശരീരത്തിൽ ചുവന്ന കളറുള്ള ചായം പൂശി അവൻ അവിടെ കിടന്ന് വിരമിച്ചുകൊണ്ട് കിടക്കും. കാരണം അപ്പോൾ അതിലെ വഴിയാത്രക്കാരനായി പോകുന്നവൻ അനുകമ്പ തോന്നി അവനെ പരിചരിക്കാനായിട്ട് അവന്റെ പാഠങ്ങളൊക്കെ മാറ്റിവെച്ച് ഇങ്ങനെ പരിചരിച്ചുകൊണ്ടിരിക്കുമ്പോൾ കൊള്ളക്കാർക്ക് അവനെ ആക്രമിക്കാൻ എളുപ്പമുണ്ട്. അത് ഒരുപക്ഷെ തന്നെ പറ്റിക്കാൻ വേണ്ടി കിടക്കുന്ന കൊള്ളക്കാരായിരിക്കാം തന്റെ ജീവൻ അപകടത്തിലാകും എന്ന് വിചാരിച്ചുകൊണ്ട് അവൻ അവിടെ നിന്ന് എത്രയും വേഗം ഓടി രക്ഷപ്പെടുകയാണ്. നമ്മളാണെങ്കിലും അപകടസ്ഥലമായ ചില സ്ഥലങ്ങളിലൊക്കെ കടന്നു പോകുമ്പോൾ ഒരാള് അപകടത്തിൽപ്പെട്ട് കഴിഞ്ഞാൽ എങ്ങനെയെങ്കിലും അവിടെ നിന്ന് ഓടി രക്ഷപ്പെടാനാണ് നമ്മൾ ശ്രമിക്കുക. അതാണ് അയാൾ ചെയ്തത്. 2 പേർക്കും അവരുടേതായ ന്യായമുണ്ട്. എന്നാൽ മൂന്നാമത് കടന്നു വരുന്നത് യഹൂദന്മാർ വെറുക്കുന്ന സങ്കരവർഗത്തിൽപ്പെട്ട, അതായത് യഹൂദ വിജാതീയ സങ്കരവർഗത്തിൽപ്പെട്ടവരാണ് സമറിയാക്കാര്. അങ്ങനെയുള്ള ഒരു മനുഷ്യൻ കടന്നു പോകുമ്പോൾ അയാൾ ഇതെല്ലാം മറക്കുകയാണ്. ഒരുപക്ഷെ തന്റെ ജീവൻ അപകടത്തിൽപ്പെടാം, തനിക്ക് വേഗം വീട്ടിൽ ചെല്ലാൻ ആവശ്യമുണ്ട് എങ്കിലും ഇതെല്ലാം മാറ്റിവെച്ച്
വിളിച്ചിട്ട് അയാൾ അവിടെ ഇറങ്ങി നിന്ന് തൻ്റെ കയ്യിലുള്ള പ്രാഥമിക അന്നത്തെ കാലത്ത് ഫസ്റ്റ് എയ്ഡ് ആയിട്ട് ഉപയോഗിക്കുന്ന ചില സാധനങ്ങളാണ്. അതായത് എണ്ണ, വീഞ്ഞ്, വസ്ത്രം, തുണി. അപ്പൊ അയാളുടെ വസ്ത്രം കീറിയെടുത്തിട്ട് അയാളുടെ കയ്യിലുള്ള എണ്ണ എടുത്ത് പൂശുന്നു, വീഞ്ഞുകൊണ്ട് വീഞ്ഞുകൊണ്ട് കഴുകി എണ്ണ കൊണ്ട് പൂശി ആ വലയിട്ട് തുണി കൊണ്ട് കീറി കെട്ടിയിട്ട് തന്റെ കഴുതപ്പുറത്ത് കയറി അയാളെ സത്രത്തിലേക്ക് കൊണ്ടുപോവുകയാണ്. ആ സത്ര സൂക്ഷിപ്പുകാരനെ ഏൽപ്പിച്ചിട്ട് അയാൾക്ക് ചെലവുകളൊക്കെ കൊടുക്കുന്നു. ഒരു രാത്രി അവിടെ ചെലവഴിക്കുന്നു അയാളോടുകൂടി. പിറ്റേ ദിവസം അയാളുടെ ബിസിനസ്സിന് പോകണം. അതുകൊണ്ട് പറയുകയാണ്, ഞാൻ തിരികെ വരുമ്പോൾ ഞാൻ ഇനി അധികമായി ചെലവ് തന്നുകൊള്ളാം എന്ന് പറഞ്ഞ് 2 ദിവസത്തെ കൂലിയായ 2 ദിനാർ അയാൾക്ക് കൊടുത്തിട്ട് അയാൾ യാത്ര തിരികെ പോകുന്നു. അപ്പോഴാണ് ഈശോ ചോദിക്കുന്നത്, ഇങ്ങനെയുള്ള ഈ ഒരു സാഹചര്യത്തിൽ ആരാണ് ഈ അർത്ഥപ്രാണനായി കിടന്ന മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന്റെ അയൽക്കാരനായി മാറിയത്? ആ പുരോഹിതനല്ല, ആ ലേവായനല്ല. അപ്പോഴ് അതിൽ സമറിയക്കാരനാണെന്ന് പറയാൻ ആ നിയമപണ്ഡിതന് മനസ്സ് വരികയില്ല. കാരണം സമറിയക്കാരെ വെറുക്കുന്നത് കൊണ്ട് പറയുന്നു, അവനെ ആര് ശുശ്രൂഷിച്ചോ അവനാണ് അവന്റെ അയൽക്കാരനായി പ്രവർത്തിച്ചത്, അതുകൊണ്ട് നീയും അപ്രകാരം ചെയ്യുക. അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ജാതിയും മതവും നോക്കാതെ നമ്മുടെ സഹായം ആവശ്യമുള്ള ആരായാലും നമ്മുടെ ജീവിതത്തിലെ റിസ്ക് എടുത്താണെങ്കിലും നമ്മുടെ റിസോഴ്സസ് ഉപയോഗിച്ചും ഒക്കെ നമ്മൾ ശുശ്രൂഷ ചെയ്യണം. ഇത്രയും പറയുമ്പോൾ കാര്യങ്ങൾ നമുക്ക് വ്യക്തമായി. എന്നാൽ സഭാപണ്ഡിതന്മാർ പഠിപ്പിക്കുന്ന മറ്റൊരു കാര്യം കൂടിയുണ്ട്. അതൊരു അലിഗോറിക്കൽ ഇന്റർപ്രിട്ടേഷൻ, അതായത് പ്രതീകാത്മകമായ മറ്റൊരു അർത്ഥമുണ്ട്. ആ അർത്ഥത്തിൽ എടുത്തു നോക്കിയാൽ ജെറുസലേം എന്ന് പറയുന്നത് ഏദൻ തോട്ടമാണ്. അതായത് ദൈവം സൃഷ്ടിച്ച സ്വർഗരാജ്യം, അതായത് ആദിമാതാപിതാക്കന്മാർ താമസിച്ചതായ സ്വർഗം. കാരണം ജെറുസലേമിലാണ് ദൈവം മനുഷ്യരോടുകൂടി വസിക്കുന്ന ഷെക്കീന ക്ലൗഡുള്ള ദൈവ സാന്നിധ്യം ഉണ്ടായിരുന്ന ആ അതിവിശുദ്ധ സ്ഥലം. ആ അതിവിശുദ്ധ സ്ഥലത്തിൽ നിന്ന് അല്ലെങ്കിൽ സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് അല്ലെങ്കിൽ പർദീസായിൽ നിന്ന് ഭൂമിയിലേക്ക് ഇറങ്ങുന്ന അല്ലെങ്കിൽ പാപങ്ങളുടെ സങ്കേതമായി മാറുന്ന അല്ലെങ്കിൽ ഭൂമിയുടെ പ്രതീകമായി മാറുന്ന ജെറിക്കോ, അതിലേക്ക് പോകുന്ന മനുഷ്യൻ എന്ന് പറഞ്ഞാൽ ആദാമിന്റെ പേരാണ്. ആദാം എന്ന് പറഞ്ഞാൽ മനുഷ്യൻ എന്നാണ്. അപ്പൊ അങ്ങനെ ആ ആദാം ഏദൻ തോട്ടത്തിൽ നിന്ന് അധപതിക്കുന്നു. കാരണം അവനെ കൊള്ളക്കാർ ആക്രമിക്കുന്നു എന്ന് പറയുമ്പോൾ പിശാച്, ആ പിശാചിന്റെ പ്രതിനിധികളുമാണ് ഇന്ന് നമ്മളെ ആക്രമിക്കുക. അപ്പൊ അങ്ങനെ ആക്രമിക്കുമ്പോൾ അവന്റെ വസ്ത്രങ്ങളെല്ലാം വലിച്ചു കീറിയെടുക്കുന്നു. അതായത് അവന് കിട്ടിയതായ ദൈവത്തിന്റെ വരപ്രസാദം നമ്മൾ എടുത്തു കളഞ്ഞു. അവനെ അർത്ഥപ്രാണനാക്കി, അവനെ മരണാസന്നനാക്കിയിട്ട് അവനായി കൊള്ളക്കാരെ മാറിക്കളയുന്നു. അങ്ങനെ കിടക്കുന്ന ഒരു മനുഷ്യനെ സഹായിക്കുവാനായിട്ട് വരുന്ന സമറിയക്കാരൻ എന്ന് പറയുന്നത് ഈശോ മിശിഹായാണ്. ഈശോ മിശിഹായെ യഹൂദന്മാർ ചിലപ്പോൾ പരിഹസിച്ച് അപമാനിച്ചുകൊണ്ട് പറഞ്ഞു, നീ പാപികളുടെ കൂടെ ഇടപെടുന്നു, നീ അല്ലെങ്കിൽ ചുങ്കക്കാരുടെ കൂടെ നീ വിരുന്നിന് പോകുന്നു, നീ പാവപ്പെട്ടവരോടൊക്കെ ചെലവഴിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് ഈശോയെ അപമാനിക്കുമ്പോൾ അവർ പറയുന്നത് ഇവരൊരു സമറിയക്കാരനാണ്. ഈശോ സമറിയക്കാരനല്ലെങ്കിലും ഈശോയെ സമറിയക്കാരൻ എന്ന് പറഞ്ഞ് അപമാനിക്കുന്നുണ്ട്. കാരണം ഈശോ എല്ലാ ജനങ്ങളുടെയും രക്ഷയ്ക്ക് വേണ്ടി വന്നവനാണ്. അങ്ങനെ ഒരു സമറിയക്കാരനായി വരുന്ന ഈശോ, ആ ഈശോ മനുഷ്യവർഗത്തെ അവരെ ഈ മനുഷ്യനൊരു ജനതകളെ മുഴുവൻ പ്രതിനിധാനം ചെയ്യുകയാണ്. തന്റെ ജീവൻ അപകടപ്പെടുത്തിക്കൊണ്ട് തന്നെ കൊള്ളക്കാരെ ആക്രമിക്കുക. പക്ഷേ ഈശോ തന്റെ ജീവനെ അപായപ്പെടുത്തിക്കൊണ്ട് അവിടെ ഇറങ്ങി അവന്റെ മുറിവുകൾ വെച്ചു കെട്ടുന്നു. അവന്റെ കയ്യില് തന്റെ വീഞ്ഞെടുത്ത് അവന് കൊടുക്കുന്നു. നമുക്കറിയാം, മഞ്ഞ അത്താഴ വേളയിൽ വീഞ്ഞെടുത്ത് തന്റെ രക്തമാക്കി മാറ്റി വിശുദ്ധ കുർബാന നമുക്ക് നൽകുകയാണ്. അവന് തന്റെ കയ്യിലുള്ള തൈലമെടുത്ത് പൂശുകയാണ്. ആ തൈലം പ്രതിദാനം ചെയ്യുന്നത് പരിശുദ്ധാത്മാവിനെയാണ്. വിശുദ്ധ കുർബാന കൊണ്ടും പരിശുദ്ധാത്മാവിനെ കൊണ്ടും അഭിഷേകം ചെയ്യുകയാണ്. അതിനുശേഷം അവന്റെ വസ്ത്രങ്ങളെല്ലാം വെച്ച് കെട്ടി അവനെ തന്റെ കഴുതപ്പുറത്ത് കയറ്റി അവനെ സത്രത്തിൽ കൊണ്ടാക്കുന്നു. കാരണം അവന് പരിചരണം ആവശ്യമാണ്. താൻ പോയാലും പരിചരണം ആവശ്യമാണ്. ആ സത്രം പ്രതിദാനം ചെയ്യുന്നത് സഭയെയാണ്. ആ സഭയാകുന്ന സത്രത്തില് അവന് അഭയം കൊടുത്തിട്ട് അവനെ തുടർന്ന് അവന്റെ ആത്മീയമായ ചികിത്സ നടത്തുവാൻ ഏൽപ്പിക്കുകയാണ്. അപ്പൊ സത്ര സൂക്ഷിപ്പുകാരൻ എന്ന് പറയുന്നത് പത്രോസാണ്. ആ പത്രോസിന്റെ പിൻഗാമികൾ, അപ്പസ്തോലന്മാരുടെ പിൻഗാമികൾ, അവരുടെ പ്രതിനിധികൾ, അതായത് സഭാ ശുശ്രൂഷകരായ ആളുകൾ നമ്മുടെ ആത്മീയമായ മുറിവുകൾ വെച്ച് കെട്ടി നമ്മളെ സുഖപ്പെടുത്തി നമ്മളെ നിത്യരക്ഷയിലേക്ക് നയിക്കുവാനായിട്ട് ശ്രമിക്കുന്നു. അതുകൊണ്ട് ഈശോ പറഞ്ഞു തന്റെ ശിഷ്യന്മാരോട്, ഞാൻ വീണ്ടും വരും, ഞാൻ രണ്ടാമത് വരുമ്പോൾ ഞാൻ നിങ്ങൾക്ക് നിത്യമായ സ്വർഗ്ഗഭാഗ്യം, നിങ്ങളുടെ പ്രവൃത്തികൾക്ക് അനുസൃതമായ പ്രതിഫലം നൽകും. ഇതാണ് സത്രം സൂക്ഷിപ്പുകാരനോട് ആ സമയ
ഏൽപ്പിച്ചിട്ട് ഈ ഈശോ തന്റെ പിതാവിന്റെ സന്നിധിയിലേക്ക് പോകുന്നു. ആ പുത്രനായ ദൈവം വീണ്ടും വരും. ആ വീണ്ടും വരുമ്പോൾ നമ്മളെ എല്ലാവരെയും രക്ഷിക്കുകയും പൂർണ്ണതയിലേക്ക് നയിക്കുകയും നിത്യ സമ്മാനം നൽകുകയും ചെയ്യും. അതുകൊണ്ട് ഈ ഉപമയിലൂടെ വലിയ ഒരു അർത്ഥം നമുക്ക് നൽകുകയാണ്. അതായത് ഈ അർത്ഥപ്രാണനായ മനുഷ്യൻ സഹായം അഭ്യർത്ഥിച്ചിട്ടല്ല, മറിച്ച് അവന്റെ ആവശ്യം കണ്ടറിഞ്ഞ് സഹായിക്കുന്ന ഒരു ഭാവിയായ ആയിട്ട് കണക്കാക്കപ്പെടുന്ന ഒരു മനുഷ്യൻ. ആ മനുഷ്യനാവട്ടെ തന്റെ ജീവനെ അപായപ്പെടുത്തുവാൻ, തനിക്ക് പലതും നഷ്ടപ്പെടുവാൻ, തന്റെ സമയം, തന്റെ റിസോഴ്സസ് ഇതെല്ലാം നഷ്ടപ്പെടുത്തുവാൻ അയാൾ തയ്യാറാകുന്നു. ആ പുരോഹിതനും ലേവായും ചിന്തിച്ചത് ഇവനെ ശുശ്രൂഷിക്കുവാൻ ഞാൻ ശ്രമിച്ചാൽ എനിക്കെന്ത് സംഭവിക്കുമെന്നാണ്. അതായത് എനിക്ക് അപകടം ഉണ്ടാകാം, എന്റെ സമയം നഷ്ടപ്പെടാം, എന്റെ റിസോഴ്സസ് നഷ്ടപ്പെടാം. എന്നാൽ ഈ സമറിയക്കാരൻ ചിന്തിച്ചത് ഞാനിവനെ ശുശ്രൂഷിച്ചില്ലെങ്കിൽ ഇവൻ എന്ത് സംഭവിക്കും? അവൻ മരിച്ചു പോകും. അപ്പൊ അതുകൊണ്ട് അവനെ മരണത്തിൽ നിന്ന് ജീവനിലേക്ക് നയിക്കുവാൻ, എന്റെ സമയം, എന്റെ ജീവൻ അപകടപ്പെടുത്തുവാൻ, എന്റെ റിസോഴ്സസ് ചെലവാക്കുവാൻ ഞാൻ ഉപയോഗപ്പെടുത്തണം. നാം നമ്മോട് തന്നെ ചിന്തിക്കേണ്ടത് ആ സമറിയക്കാരനെ പോലെ, ആ ക്രിസ്തുവിനെ പോലെ മറ്റുള്ളവർക്ക് വേണ്ടി ഈ നമ്മളുടെ സമയം, നമ്മളുടെ ആയുസ്, നമ്മളുടെ ആരോഗ്യം, നമ്മളുടെ ജീവിതത്തിലെ അപകടങ്ങൾ, നമ്മളുടെ റിസോഴ്സസ് ഉപയോഗപ്പെടുത്തുവാനായിട്ട് നമുക്ക് തയ്യാറാകുന്നുണ്ടോ എന്ന്. അതുകൊണ്ട് തന്നെ നമ്മുടെ പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോൾ ആ അർത്ഥപ്രാണനായ മനുഷ്യനെ പോലെ നമ്മൾ ചില പ്രതിസന്ധികളിലാകുമ്പോൾ നിസ്സഹായരാകുന്ന അവസരത്തിൽ ദൈവം അയക്കുന്നത് ഈ സമറിയക്കാരെ പോലെയുള്ള ആളുകളെയാണ്. അപ്പൊ അവരാണ് നമ്മളെ പലപ്പോഴും രക്ഷപ്പെടുത്തിയത്. ഒരുപക്ഷെ നമ്മുടെ മാതാപിതാക്കന്മാരാകാം, നമ്മുടെ സുഹൃത്തുക്കളാകാം, നമ്മളുടെ ഒരു പരിചയവുമില്ലാത്ത മറ്റാളുകളാകാം, ഒരുപക്ഷെ നിങ്ങളൊക്കെ നഴ്സിംഗിൽ പഠിക്കുമ്പോൾ മറ്റാളുകളാകാം, നിങ്ങൾക്ക് അറിയാവുന്ന ആളുകളാകാം നിങ്ങൾക്ക് വേണ്ടി ഫീസ് അയച്ചു തന്നത്. പക്ഷെ അതൊക്കെ മറക്കുന്ന ധാരാളം ആളുകളുണ്ട്. ഞാൻ സോഷ്യൽ സർവീസിൽ പ്രവർത്തിച്ചതുകൊണ്ട് എനിക്കറിയാം. അതായത് ഒരു കാലത്ത് ഈ MSW അല്ലെങ്കിൽ നഴ്സിംഗിനും അല്ലെങ്കിൽ മറ്റൊക്കെ വിദ്യാഭ്യാസ സഹായം കൊടുക്കുമ്പോൾ പറയും, നിങ്ങളൊക്കെ പഠിച്ച് നിങ്ങൾക്കൊക്കെ നല്ല ശമ്പളം വാങ്ങുമ്പോൾ ഇതുപോലെ തന്നെ മറ്റു കുട്ടികളെ പഠിപ്പിക്കാൻ തയ്യാറാണെന്നൊക്കെ പറയും. പക്ഷെ ഇവിടെയൊക്കെ വന്ന് നമ്മൾ നല്ല റിസോഴ്സസ് ഒക്കെ ആയി നല്ല നിലയിലായി കഴിയുമ്പോൾ ഇതൊക്കെ നമ്മളങ്ങ് മറക്കും. അവിടെയാണ് നമ്മൾ കാണേണ്ടത് ഈ നല്ല സമറിയക്കാരനാകുവാനുള്ളതായ നമ്മുടെ വിളി നമുക്ക് കണ്ടെത്തണം. നമ്മൾ വന്ന വഴികൾ മറക്കരുത്, നമ്മളെ സഹായിച്ചവരെ നമ്മൾ മറക്കരുത്. അവസാനമായിട്ട് ക്രിസ്തു നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്നത്, നമ്മുടെ ആത്മീയമായ രക്ഷ ഏൽപ്പിച്ചിരിക്കുന്നത് സഭയാകുന്ന സത്രത്തിലെയും ആ സത്ര സൂക്ഷിപ്പുകാരനായിട്ടുള്ള പുരോഹിതരെയും അതുപോലെ തന്നെ ദേവാലയ ശുശ്രൂഷികളെയുമാണ്. അവരെ കൂടി സഹകരിച്ചുകൊണ്ട് നമ്മുടെ ആത്മീയമായിട്ടുള്ള ആ മുറിവുകളെ പരിഹരിക്കുവാനായിട്ടും വിത്തരക്ഷ പ്രാപിക്കുവാനായിട്ടും നമുക്ക് പരിശ്രമിക്കാം. അതിനായിട്ട് ദൈവത്തിന്റെ കൃപയായിരിക്കും.